ഓക്കെ പല കളികളും എന്നെ കളിച്ച് തോപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഇതിൽ എന്നെ കളിച്ച് തോപ്പിക്കാൻ പറ്റത്തില്ല. കാരണം എന്തുവാ, ഇത് 90s കിഡ്സിന്റെ കളിയാടാ. ചിറ്റപ്പൻ മാത്രം ഭയങ്കര പുണ്യാളൻ. ഞങ്ങൾ എല്ലാരും കള്ളക്കളി കളിക്കുന്നത്. നീ പൊടി വല്ലി. എന്നെ പല്ലിന്ന് വിളിക്കല്ലേ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പല്ലവി നിന്നെ അല്ല വിളിച്ച, ആ ഭിത്തിയിരിക്കുന്ന വലിയ വിളിച്ച്. നീയൊക്കെ തന്നെ കള്ളക്കളി കളിച്ച് മൂത്തതായി പോയി. ഇല്ലേ ഞാൻ നാണം കെട്ടവനെന്ന് വിളിച്ചേനെ കളി. നീ പണിക്കേ പോണില്ല, കളിക്കുമ്പോഴെങ്കിലും നിന്റെ പ്രായത്തിലുള്ളവരായിട്ട് നീ പോയി കളി. ചേട്ടാ അവരാരും പെൻഫൈറ്റും ഏണിമ്പം ഒന്നും കളിക്കാറില്ല. ജാട ടീംസാ. ഇവിടെ ഉണ്ടായിരുന്നു എല്ലാവരും. എടാ പിന്നെ നമ്മുടെ സുഭാഷിന്റെ കൂടെ നിങ്ങൾ ആരെങ്കിലും ചൊവ്വാഴ്ച ബാംഗ്ലൂർ പോകണം കേട്ടോ. എങ്ങനെ പോന്നേ? കാറില്. സുഭാഷ് ലക്ഷറി കാറില്ല, പിന്നെ അല്ലാതെ വേറെ ഏത് കാറ്? അല്ല ചേട്ടാ, എനിക്ക് ഞാൻ പോകാൻ ചേട്ടാ. എനിക്ക് അതിനകത്ത് കുറെ നാളെ തൊട്ട് ആഗ്രഹം റൈഡ് പോകണം. എടാ പോടാ, നീ പോയിട്ട് അവിടെ പോയിട്ട് പാന കളിക്കാനാ. എന്തിനാ പോണ്? അവന്റെ മോന്റെ എന്തോ പരീക്ഷയ്ക്ക് വെള്ളിയാഴ്ച ഇങ്ങനെ തിരിച്ചു വരും. ഞാൻ പോവാച്ചാ. എന്റെ ചേട്ടാ, ചേട്ടൻ 5-6 ദിവസം ലീവ് എടുക്കാൻ പറ്റുമോ? ഞാനാണ് വീട്ടിൽ ഇരിക്കല്ലേ, തൊഴിൽ രഹിതൻ. എനിക്ക് എന്നെ പറഞ്ഞു വിട്ടൂടെ? എനിക്ക് ലീവൊക്കെ കിട്ടും. പിന്നെ അതുപോലെ ചങ്കും മണ്ണും തിരിച്ചറിയുന്നിടത്ത് നീ അവിടെ പോയിട്ട് എന്തോന്ന് എടുപ്പാൻ? വഴിയിൽ വെച്ച് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സഹായത്തിന് വേണ്ടിയിട്ടാണ് സുഭാഷ് നമ്മളെ വിളിക്കണം. പിന്നെ എടാ ഒരു ടയർ ടയർ പഞ്ചറായ നിനക്ക് ഒട്ടിക്കാൻ അറിയാമോ? എവിടുന്ന് നിന്നെ വിളിച്ച് കളിക്കാൻ പറ്റുമോ ടയർ മാറുന്നത്? എന്തായാലേ നിങ്ങളെ തമ്മിൽ തല്ലി ഒരു തീരുമാനത്തിലെത്ത്, എന്നിട്ട് എന്നെ വിളിച്ചാൽ കേട്ടാ. എന്റെ ചേട്ടാ ഞാൻ പൊക്കോളാം ചേട്ടാ. എനിക്ക് അവിടെ ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടൊരു കൊച്ചിനെ കാണണം, മീനു ചക്രവർത്തി. എനിക്കും ഒരാളെ കാണാനുണ്ട്. ആരെ? പ്രശസ്ത മരംകുത്തി നിരീക്ഷണ വിദഗ്ധൻ മിസ്റ്റർ പ്രാണേഷ് റെഡ്ഡി. മരംകുത്തികളെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ എനിക്ക് അറിയാനുണ്ട് അവിടെ. എന്നാ പിന്നെ ഗൂഗിളിൽ നോക്കിയാ പോരെ? എടാ പേഴ്സണൽ എക്സ്പീരിയൻസിന്റെ അത്ര ഇത് ഗൂഗിളിൽ നോക്കിയാൽ കിട്ടുമോ? ഒരു മരംകുത്തിയും എന്റെ ഈ കൈകളിൽ കിടന്ന് പ്രാണൻ വെടിയാൻ പാടില്ല, അതെനിക്ക് നിർബന്ധമുണ്ട്. കള്ളത്തരം പറയുന്ന പോലുണ്ട്. ഇവിടെ നിനക്ക് വേറെ ഉടായിപ്പാടാ ഉടായിപ്പ്, നമ്മളെ കൊണ്ടുപോകത്തുള്ള ഉടായിപ്പ്. മീനു ചക്രവർത്തി. എന്താടി നിനക്ക് കുഴപ്പം? മീനു ചക്രവർത്തി ഫേക്ക് അക്കൗണ്ട് വല്ലായിരിക്കും. ഫേക്ക് അക്കൗണ്ട് ഒന്നുമല്ല, അവള് നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയാ. അയ്യോ അവളെ നീ ഫോട്ടോ ഒക്കെ അയച്ചു തന്നു. മനസ്സിൽ ലഡ്ഡു പൊട്ടിയോ? നല്ല സൂപ്പറാ കാണാൻ. നീ പിള്ളേരെടുത്ത് ആവശ്യമില്ലാത്തൊക്കെ സംസാരിച്ച എന്റെ വായിന്ന് കേൾക്കും കേട്ടാ. ഞാൻ എന്റെ കൊച്ചിന്റെ കാര്യം പറഞ്ഞു. ഞാൻ എന്റെ കൊച്ചിന്റെ കാര്യം പറഞ്ഞു. ചേട്ടൻ സംസാരിച്ചു. ചേട്ടനെ വിടാൻ പറ്റത്തില്ല എന്നെ പറഞ്ഞ്. പിന്നെ ചേട്ടൻ ഡയലോഗ് അടിക്കുന്നതിനാ? ഡയലോഗ് അടിക്കാൻ ആദ്യം എനിക്ക് പറഞ്ഞു വിടണം. ഞാൻ പറഞ്ഞു വിടാം. മരംകൊത്തിയുടെ തലവെട്ടി വെക്കാൻ പോകുന്നു. എന്തൊക്കെ കേൾക്കണം? ഇതൊക്കെ ഗൂഗിളിൽ ഒക്കെ കിട്ടുന്ന കാര്യമുള്ളൂ. ഇതങ്ങനെ പേരെന്തുവാ? വെങ്കിടനോ? ഉമ്മ നമ്പരേ നമ്മളെ പറഞ്ഞുവിടായിരിക്കുള്ളേ. ഇവന്മാരിടാന്നാ അച്ഛാ ഇവനെ എവിടെയെങ്കിലും കൊണ്ടാകണം കേട്ടോ അച്ഛാ. ശല്യം പിള്ളേരെടുത്ത് അനാവശ്യമൊക്കെ പറഞ്ഞ് കേൾപ്പിക്കണോ? നീ കരയാതെ, അത് ചെറുക്കം കരയുന്നു. മക്കളോ നമുക്ക് സുപ്രിയൊക്കെ പോയി. നിനക്ക് എന്തോ വേണം? ആര് പോയെന്ന് അറിയണം? ഇങ്ങോട്ട് നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കളി. പാന അവിടെ ഇരുന്ന് കളിച്ച് ഇവിടെ ഇരുന്ന് കളി. ചക്കര വരട്ടിയാടാ. നാത്തൂനെ എനിക്ക് ഉണർന്നിരിക്കുമ്പോ ആവശ്യമില്ലാത്ത കുറെ സംശയങ്ങളാ. എന്ത് സംശയം? അതായത് ഫോർ എക്സാമ്പിൾ ഈ രാവ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? രാവെന്ന് വെച്ചാൽ രാത്രി. രാത്രിയാണേ. അപ്പൊ അങ്ങനെ വരുമ്പോ രാവിലെ എന്ന് പറയുമ്പം രാത്രിയിലെ എന്നല്ലേ വരണ്ടേ? പിന്നെ നമ്മൾ എന്തിനാ ഈ സമയത്ത് രാവിലെ എന്ന് വിളിക്കുന്നേ? ശരിയാണല്ലോ. ഇതുകൊണ്ടാ ഞാൻ രാവിലെ എഴുന്നേക്കാത്തെ. തീ അണഞ്ഞു പോയി. ഊതി കത്തിക്കടി. ശ്വാസം മുട്ടില്ല. ഊത് നല്ലോണം ഊത്, കുനിഞ്ഞ് അങ്ങോട്ട് ഊതിയെ. അത് കടിക്കല്ല, അങ്ങോട്ട് ചെല്ല. എനിക്ക് പേടിയോ? എന്റെ മുടി നമ്പർ കത്തിക്കടി. കെട്ടിയോളെ ഞാൻ ചൊവ്വാഴ്ച ബാംഗ്ലൂർ പോകുന്നുണ്ട്. നല്ലൊരു പെട്ടി പാക്ക് ചെയ്ത് വെച്ചോ. ചേട്ടത്തി ബാക്കൊന്നും ചെയ്യേണ്ട. അടുത്തി ചേട്ടത്തി എത്ര വട്ടം പറഞ്ഞാൽ ഞാൻ തന്നെ പോന്നു. ഈ ദൂരയാത്ര എന്ന് പറഞ്ഞതേ എന്നെ പോലെ ചുറുചുറുപ്പുള്ള യുവാക്കൾക്ക് പറഞ്ഞിട്ടുള്ള. നിങ്ങളിപ്പോ എന്തിനാ ബാംഗ്ലൂർക്ക് പോകുന്നത്? അത് സുഭാഷിന്റെ മോനെ പരീക്ഷ എഴുതിക്കാൻ വേണ്ടിട്ട്. കൂട്ടത്തിൽ എനിക്ക് പ്രാണേഷ് റെഡ്ഡിയെ ഒന്ന് കാണണം. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരംകൊത്തി നിരീക്ഷണ വിദഗ്ധൻ പ്രാണേഷ് റെഡ്ഡി. എന്നാ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുവോ? ഇവന്റെ ഒരു ഫോട്ടോയും കൂടെ കൊണ്ടുപോയിട്ട് ഇത് ഏതനത്തിൽപ്പെടുന്ന ജീവിയാന്ന് ഒന്ന് അന്വേഷിച്ചു വരൂ പ്ലീസ്. ഇതുപോലെ ഉണ്ടല്ലോ. കൊരങ്ങ് അല്ല, ചിമ്പാഞ്ചി അല്ലടാ മറ്റേ സിനിമയിൽ. ഹലോ, അതെ ആശയാണ്. ആരാ? സിദ്ധാർത്ഥോ? ഏത് സിദ്ധാർത്ഥ്? ഓ സിദ്ധാർത്ഥ്. ഹലോ,
അയ്യോ എത്ര കാലായി ഇതിപ്പോ എങ്ങനെ നമ്പർ കിട്ടേ? ആ ഗ്രൂപ്പിന്ന് ഓ പറയുന്നിട്ട് സുഖാണോ? ഷ്യോ അതൊക്കെ മറക്കാൻ പറ്റുമോ? ഞാനത് ഇപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ആലോചിക്കും. ആ ശരിക്കും ഇപ്പൊ എവിടെയാ? എന്തോ ഈ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും. എനിക്കെങ്ങനെ അറിയാം? എന്റെ BP കൊടുത്തു. ആ ഫ്രീ ആണ് പറഞ്ഞോളൂ. ഷ്യോ എന്നാലും ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയി കേട്ടോ. ആ ഞാനിങ്ങനെ അൺനോൺ നമ്പർ ഒന്നും കണ്ടാൽ ഇങ്ങനെ എടുക്കാറില്ലേ. പക്ഷെ ഇന്നിപ്പോ എന്തോ അങ്ങ് എടുത്തതാ. ഷ്യോ ഇപ്പൊ എവിടെയാ? ആ ലീവിന് വന്നാണോ? ആ ശരി ചുമ്മാ വിളിച്ചതാ. ആ എന്നാ ഈ വരുന്ന ബുധനാഴ്ചയോ? ആ വരും ഉറപ്പായിട്ട് വരും. എല്ലാരെയും വിളിച്ചിട്ടുണ്ടോ സ്കൂളിൽ നിന്ന്? ഓക്കെ ആ ഞാൻ ഉറപ്പായിട്ട് വരും. എല്ലാരും കാണാമല്ലോ, ഒത്തിരി കാലായില്ലേ. ആ ശരി എനിക്ക് ആ ലൊക്കേഷൻ ഒന്ന് അയച്ചിട്ടേക്കോ ഇതിലേക്ക്. ആ ഇതിൽ വാട്സപ്പ് ഉണ്ട്. ആ മതി ഇതിലേക്ക് അയച്ചാൽ മതി. ഞാൻ വന്നോളാം. ശരി ഓക്കെ. അപ്പൊ ബുധനാഴ്ച കാണാം, നേരിട്ട് കാണാം. ബൈ. സൂക്ഷിച്ചും കണ്ടു നോക്ക്. എന്ത് ശരിക്കും എന്ത്